ഇപ്പോ ഇന്ന് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ് സത്യത്തിൽ ഈ വാർത്ത ചെയ്യാൻ, അതായത് നമ്മളെ പല പ്രമുഖ മാധ്യമങ്ങളും മുഖ്യ എന്നാൽ നാഷണൽ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ പോസ്റ്റ് വരുന്നത്. ഇത് എഴുതിയ ആളിനെ കുറിച്ച് ഒന്നും അറിയില്ല, ആരാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക. പക്ഷെ ഇത് വളരെ ആധികാരികമായി നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ ബോംബ് കേരളത്തിൽ വീഴാൻ സമയമായി. ഈ വാർത്ത കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിലും ചാനലുകളിലും എന്താ ചർച്ച ചെയ്യാത്തത്? സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പാക്കാനും പദ്ധതിയിട്ട മുജാഹിദീൻ ആർമി, ഈ മുജാഹിദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനെ ഉത്തർപ്രദേശ് ഭീകരവാദ സ്ക്വാഡ് അതായത് ATS കേരളത്തിൽ നിന്ന് പിടികൂടി. മുജാഹിദീൻ ആർമിയുടെ മുഖ്യ സൂത്രധാരനും ഗ്രൂപ്പ് നേതാവുമായ മുഹമ്മദ് റാസ എന്നയാളെയാണ് കേരളത്തിലെ മലപ്പുറത്ത് നിന്നും ATS അറസ്റ്റ് ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറത്തെ കുറിച്ച് നമുക്ക് മിണ്ടാൻ പാടില്ല, കാരണം മലപ്പുറത്തെ കുറിച്ച് മിണ്ടിയാൽ മതേതരത്വം തകരും. അതുകൊണ്ട് മലപ്പുറത്തെ കുറിച്ച് ആരും ഒന്നും ശബ്ദിക്കാൻ പാടില്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ ചില മാധ്യമ പ്രവർത്തകർക്ക് മതേതരമാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ, പ്രത്യേകിച്ച് BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുക്കളോ ഒക്കെ സംസാരിച്ചാൽ അവിടെ മതേതരത്വം തകരുമെന്നാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ പറയുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, ചില ആളുകളും പറയുന്നത്. അതുകൊണ്ട് മലപ്പുറത്ത് ഇത്തരത്തിലുള്ള ഏത് തോന്നിവാസി വന്നാലും ഏത് ഭീകരൻ വന്നാലും നമ്മൾ കണ്ണും പൂട്ടി മിണ്ടാതിരിക്കണം. അവൻ എന്താണ് ചെയ്യുന്നത് അത് അനുഭവിച്ച് മിണ്ടാതിരുന്നോളണം നമ്മൾ പറയരുത്. UPയിൽ കാക്ക കാഷ്ടിച്ചാൽ പോലും വലിയ വാർത്തയാക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത നൈസായിട്ട് മുക്കി. UPയിലെ ഫത്തേപൂർ ജില്ലക്കാരനാണ് റാസ. കേരളത്തിൽ താമസിച്ചാണ് ഇയാൾ ഭീകര സംഘടനയെ നയിച്ചിരുന്നതെന്ന് UP ATS പറയുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനും ശരിയത്ത് നിയമം നടപ്പാക്കാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നുവെന്നും പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യയിൽ നിന്ന് സമാന ചിന്താഗതിക്കാരായ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നതായും ATS പറയുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെയും ഗ്രൂപ്പുകളുടെയും ഓൺലൈനായി ഫണ്ട് ശേഖരിച്ചുവെന്നും ഏജൻസി പറയുന്നുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഓൺലൈനായി ശേഖരിച്ച ഫണ്ട് റാസയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു. ഈ പണം ഇന്ത്യൻ മണ്ണിലെ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു. നേരത്തെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇയാളുടെ 3 കൂട്ടാളികളെ ATS അറസ്റ്റ് ചെയ്തിരുന്നു. റാസയെ ലക്നൌവിലേക്ക് കൊണ്ടുവരുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനും ഭീകര ശൃംഖലയെയും അതിന്റെ കൂട്ടാളികളെയും കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനും ATS ട്രാൻസ്മിറ്റ് റിമാൻഡ് ആവശ്യപ്പെടും. ATS നേരത്തെ അറസ്റ്റ് ചെയ്തവരിൽ അക്മൽ റാസ, സഫീൽ സൽമാനി എന്ന അലി, റാസി, മുഹമ്മദ് തൗഫീഖ്, ഹാസിം അലി എന്നിവരും ഉൾപ്പെടുന്നു. ഇവരെല്ലാം UP സ്വദേശികളാണെന്നും ATS നടത്തിയ റെയ്ഡുകളിൽ വിവിധ ജില്ലകളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇപ്പൊ ഈ എഴുതിയിരിക്കുന്ന ആൾ പറയുകയാണ്, എന്ത് തോന്നുന്നു? ഇവന്റെ ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവന്റെ ചിത്രവും നമുക്ക് ആനപ്പുറത്ത് ഉടനടി കാണാം. ബോംബെ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണ ആക്രമണം നടത്തുന്നതിന് മുൻപ് കേരളം സന്ദർശിച്ചിരുന്നു എന്ന പ്രത്യേകം ഓർക്കുക. കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ പർദീസയാണ്. അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും അവരുടെ ന്യായമല്ലാത്ത എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കാനും അവരുടെ വഖഫിന് ഭൂമി വാങ്ങിക്കൊടുക്കാനും 60% വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച കുറെ ഡാഷുകളെ നമ്മൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലോ. സന്തോഷിക്ക്. അവർക്ക് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു പ്രശ്നം വന്നാൽ ആസനം തിരിഞ്ഞ് നിന്ന് കണ്ടില്ല എന്ന് നടിക്കും. എന്നാൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ, അവരുടെ ജനസംഖ്യ വെറും 30% ഈ ഇടതനും വലതനും അവർക്ക് വേണ്ടി മുട്ടിലെഴുതുന്നു. അപ്പോൾ ഇവർ ഫുൾ കോറം, അതായത് ഭൂരിപക്ഷമായാലോ നീയൊക്കെ അറബിക്കടലിലേക്ക് എടുത്ത് ചാടിയാൽ മതി. പിണറായി വിജയൻ സാറ് ഭരിക്കുമ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ KC വേണുഗോപാൽ ഭരിച്ചാൽ എങ്ങനെയായിരിക്കും? ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ തന്നെ PC ജോർജ് അടക്കമുള്ളവർ പറഞ്ഞതാണ്, കേരളത്തിൽ മത തീവ്രവാദികൾ പലപ്പോഴും ഈ കേരളത്തിലുള്ള പല ആളുകളെയും റിക്രൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇന്ത്യയെ തകർക്കാനും നമ്മുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഇന്ത്യയിൽ ഒരു ശരിയത്ത് നിയമം കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുന്നു. ഈ ഡീപ് സ്റ്റേറ്റ് ഒക്കെ കുറേ നാളുകളായി ഇതിങ്ങനെ ചെയ്തു വരികയാണ്. അതായത് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കുക. അവർക്ക് വേണ്ടത് ഒരു പാമ സർക്കാരിനെയാണ്.
കാരണം ഭീകരവാദത്തിൻ്റെ തഴച്ചു വളരാനുള്ള നല്ല മണ്ണ്, നല്ല വളക്കൂറുള്ള മണ്ണ് കേരളമാണ്. ആ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് വർഗീയത പറയുന്നു എന്ന് പറയും. അപ്പോൾ ഒരു മതത്തെ അല്ലെങ്കിൽ ആ മതത്തിലെ ആളുകളെ കുറിച്ച് സംസാരിച്ചാൽ അത് ഉടനെ പറയും വർഗീയത പറയുകയാണ് നമ്മളെന്ന് പറയും. ഇനി ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയും അവിടുത്തെ മതേതരത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മിണ്ടിയാൽ അത് ഉടനെ വർഗീയതയാക്കും, മതേതരത്വം തകർക്കലാക്കും, കേരളത്തിൽ തമ്മിൽ കലാപാഹ്വാനം എന്നുള്ളതാക്കും, തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാക്കും. ഇങ്ങനത്തെ ഒരു രീതി നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ പലപ്പോഴും കണ്ടാലും ആളുകൾ കണ്ടില്ല എന്നായിരിക്കും. എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറയും, വിമർശിക്കണമെന്നും അല്ലെങ്കിൽ ഇതൊക്കെ തുറന്നു പറയണമെന്നും ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും. പക്ഷെ അവരാരും തുറന്നു പറയില്ല. കാരണം തുറന്നു പറയുന്നവർ ഒന്നീ സംഘികളാക്കും, അല്ലെങ്കിൽ വർഗീയവാദികളാക്കും, അല്ലെങ്കിൽ മതേതരത്വം തകർത്തവരാക്കും. അങ്ങനെ വിവിധ കാറ്റഗറിയിലേക്ക് അവരെ ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടാലും നമ്മൾ മിണ്ടില്ല എന്നുള്ളതാണ്. ഈ റാസ എന്ന് പറയുന്നയാൾ കേരളത്തിൽ താമസിക്കുകയാണ്, പലരെയും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, പല ഓൺലൈൻ ആപ്പുകൾ വഴിയുമാണ് ഇയാൾ കേരളത്തിൽ ഇത്തരത്തിൽ സമാന ചിന്താഗതിയുള്ള, അതായത് ശരിയത്ത് നിയമം വരണം, ജനാധിപത്യമായ സർക്കാരിനെ തകർക്കണം, എന്നിട്ട് ശരിയത്ത് നിയമം കൊണ്ടുവരണം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ കുറെ പാകിസ്ഥാൻ സ്നേഹികളുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് പാകിസ്ഥാൻ സ്നേഹികളുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തെയാണ് വളർത്തുന്നതെന്നും ഇന്ത്യയിലേക്ക് ആ മുസ്ലിങ്ങളല്ലാത്തവരെയൊക്കെ കൊന്നപ്പോഴൊക്കെ സന്തോഷിച്ച ഒരുപാട് ആളുകൾ, പാകിസ്ഥാൻ സ്നേഹികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു അട്ടിമറി, അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും നല്ലത് കേരളമാണെന്നും, കാരണം കേരളത്തിൽ മിണ്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഖ്യകളാക്കി അല്ലെങ്കിൽ വർഗീയവാദികളൊക്കെ ആക്കി മാറ്റി. അതുകൊണ്ട് ആരും അക്കാര്യത്തിൽ സംസാരിക്കില്ല, മിണ്ടില്ല. ഇവനൊക്കെ കേരളത്തിൽ വന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് കേരളം പോകുന്ന ഒരു തരത്തിലേക്ക് മാറും. ഇപ്പൊ യു പിയിലൊക്കെയാണ് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഭീകരന്മാരാണെങ്കിൽ അവർ അപ്പം തന്നെ അതിനുള്ള നടപടി സ്വീകരിക്കും. അവിടെ മാധ്യമങ്ങളായാലും എന്ത് എതിരെ നിന്നാലും അവർ കൃത്യമായും നടപടി സ്വീകരിക്കും. കാരണം വോട്ട് ബാങ്ക് എന്നതിനപ്പുറം അവിടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് നോക്കുന്നത്. അപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ വോട്ടാണ് എല്ലാത്തിനേക്കാൾ മുകളിൽ. എന്തൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടിയാലും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ വോട്ടുണ്ടോ അതാണ്. അവൻ ഇനി ഏത് ഭീകരവാദി ആയാലും കുഴപ്പമില്ല, വോട്ട് വേണം. മാത്രമല്ല ഈ ഭീകരവാദികളുടെയൊക്കെ പേരിന്റെ കൂടെ ഒരു സമുദായം ആണ് ഉൾക്കൊണ്ടതെങ്കിൽ അവരെ നമ്മൾ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചിഴക്കുകയാണ്, മനഃപൂർവ്വം അവഹേളിക്കുകയാണെന്നൊക്കെ പറയാം. പക്ഷേ ഭീകരവാദികളെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? ഇന്ത്യയെ തകർക്കാനായി ശ്രമിക്കുന്ന, പാകിസ്ഥാൻ പറഞ്ഞു വിടുന്ന, പാകിസ്ഥാൻ ഒപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചടികൾ ഒരുപാട് കൊടുക്കുമ്പോൾ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്. പാകിസ്ഥാൻ വെള്ളം കൊടുക്കാതെ വന്നപ്പോൾ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകർ കരഞ്ഞ് നിലവിളിക്കുകയാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾ എന്ത് ചെയ്യും? പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുമ്പോൾ അവരുടെ കൃഷി നശിക്കില്ലേ? അവരുടെ ജനങ്ങൾ പട്ടിണിയാവില്ലേ? വെള്ളമില്ലാതെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? ഈ പഹൽഗാമിൽ നമ്മുടെ 26 സഹോദരങ്ങൾ മരിച്ചപ്പോൾ കാണാത്ത സങ്കടവും ദുഃഖവുമാണ് ആ മാധ്യമ പ്രവർത്തകയ്ക്ക്. പാകിസ്ഥാനിലെ വെള്ളം കിട്ടില്ല, നയതന്ത്രപരമായ പ്രഹരം നരേന്ദ്രമോദി നൽകുന്നുവെന്ന് കണ്ടപ്പോൾ ഉണ്ടായ വിരളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ പാകിസ്ഥാൻ സ്നേഹികളായി മാറുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കോൺഗ്രസ് ആണ് വരുന്നതെങ്കിൽ മുസ്ലിം ലീഗ് അവരുടെ ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിന് അവർക്ക് ഒരുപക്ഷെ 5ാം മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി അങ്ങനെ പല സ്ഥാനങ്ങളും കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഒരു അവിഭാജ്യ ഘടകമായി മുസ്ലിം ലീഗ് ഇവിടെ മാറിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പിന്നെ തൊടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം എന്ത് തൊട്ടാലും അത് മതേതരത്വത്തിന്റെ തകർച്ചയായി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരും സൃഷ്ടിക്കുക. അതുകൊണ്ട് നമുക്കത് മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ റാസയെ പോലുള്ളവന്മാർ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ പിടിമുറുക്കുകയാണ്. അതുകൊണ്ട് ഇവന്മാരെ പോലുള്ളവരെ സൂക്ഷിക്കുക. കേരളത്തെ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റാൻ, നല്ല വളക്കൂറുള്ള മണ്ണാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയുക എന്നത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.